ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ചുമ്മാ നിന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ചൊട്ടിച്ചതാണ്. അപ്പോൾ വലിയ ഫംഗ്ഷനൊന്നുമില്ല, ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യും. നമ്മൾ ഉച്ചയ്ക്ക് അമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ട്. നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിലാണ്. കൊള്ളാമോ, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഞാൻ എഴുതി. എനിക്ക് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ചിന്നുത്താത്തി വാങ്ങിച്ചു തന്നെയാണ്. കൂട്ടുകാരി ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് നമ്മൾ വീട്ടിൽ കാണുന്ന കരുതിയായിരുന്നു. ഹോസ്പിറ്റലിലായിരുന്നു, പനിയായി. ഇപ്പം വീട്ടിൽ വന്നിട്ട് 2 ദിവസം ആയേ ഉള്ളൂ. അങ്ങനെ കേക്കൊക്കെ വന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് റിച്ചുവും അക്കും. അവരൊരു സ്ഥലത്ത് പോകാൻ വന്നപ്പം ഒന്ന് കയറിയതാണ്. അപ്പം റിച്ചുവിൻ്റെ അനിയൻ റിഹാൻ റിഫാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു എൻ്റെ കേക്ക്. അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കൊടുത്ത് വാവന്മാർക്കൊക്കെ കൊടുത്തു. എന്നിട്ട് കേക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ അമ്മയുടെ വീട്ടിൽ പോയി. അമ്മ ആണെങ്കിൽ ഞാൻ കുഞ്ഞിനാൾ താമസിച്ചിരുന്ന വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വീട്ടിലായിരുന്നു. അപ്പോൾ എല്ലാ ഫങ്ഷനിലൊക്കെ വിളിക്കും, എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തു തരും. എന്നിട്ട് ഞാൻ ചെറുകോറി ചെന്നപ്പോൾ ആദ്യമേ കണ്ടില്ല. പിന്നെ എനിക്ക് വേണ്ടിയാണ് അവർ ഈ ബലൂണും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. ഞാൻ വലിയൊരു ഷോക്കായിപ്പോയി ഫ്രണ്ട്സ്. അങ്ങനെ അതിൻ്റെ ക്രിസ്മസ് ട്രീ ഒക്കെ സൈഡിൽ വെച്ചു. അപ്പോൾ ഇതാണ് വാവ് ചേച്ചിയുടെയും ന്യൂനി ചേച്ചിയുടെയും നീതു ചേച്ചിയുടെ മോള്. അപ്പം അവരെൻ്റെ മടിയിലൊക്കെ കയറിയിരുന്നു. പിന്നെ അത് അവർ വാങ്ങിച്ചിരുന്ന ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങി. ഇതാണ് കേക്ക്. പിന്നെ മുട്ടായിയും ലഡുവൊക്കെ ഉണ്ടായിരുന്നു കൂടെ. ഞാൻ കട്ട് ചെയ്ത് അതേപോലെ കുഞ്ഞാവന്മാർക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് ആ കുഞ്ഞാവ് എനിക്ക് വായി വെച്ച് തന്നു. പിന്നെ മറ്റേ കുഞ്ഞാവയും വായി വെച്ച് തന്നു. എന്നിട്ട് പിന്നെ ഇതാണ് വാവ ചേച്ചി. അപ്പോൾ എനിക്ക് വാവ ചേച്ചി വായി വെച്ച് തന്നു. അങ്ങനെ ഇതാണ് കുഞ്ഞാവന്മാരും എൻ്റെ ഡ്രസ്സും. അങ്ങനെ അടുത്തതായിട്ട് വരാൻ പോണത് നമ്മളെ ന്യൂനു ആണ്. അങ്ങനെ ന്യൂനു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ന്യൂനു. അങ്ങനെ ന്യൂനൊക്കെ വായ വെച്ചൊന്ന് ചെള്ളയിലൊക്കെ തേച്ചെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ച് വട്ടമൊക്കെ അരങ്ങയൊക്കെ കളിച്ച്. അപ്പം ന്യൂനു എന്ന് പറയുന്നത് നീതു ചേച്ചിയാണ്. ഞാൻ കുഞ്ഞുനാൾ തൊട്ടേ അത്രയ്ക്ക് ക്ലിയർ ആവത്തില്ലായിരുന്നു സംസാരം. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു വിളിച്ചു. ഇപ്പോഴും അത് ശീലമായിപ്പോയി കൂട്ടുകാരായതുകൊണ്ടാണ്. പിന്നെ ഫുഡ് കഴിക്കുകയായിരുന്നു. നമുക്ക് കുഴിമന്തിയും ചിക്കൻ കറിയും പപ്പടം അച്ചാറും സലാഡും ആയിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വെളിയിലങ്ങ് ഇറങ്ങി കളിച്ച്. അപ്പം ഇതാണ് കൃതിക. എന്നിട്ട് മുന്നൂസും അവളും കൂടെ ആയിട്ട് സൈക്കിളിൽ കയറി നല്ല കളിയായിരുന്നു. മുന്നൂസ് അത്രയ്ക്ക് അടുത്ത് പോയില്ലായിരുന്നു. പിന്നെ നമ്മളടുത്ത് വന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ.